തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ സ്ഥിരീകരിച്ചു. കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പെരുവള്ളൂർ സ്വദേശിയുടെ മകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, അത്യന്തം ഗൗരവമുള്ള ഗുരുതരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുകൂടി പേവിഷബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരികയും നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് പശ്ചാത്തലം നമുക്ക് മുന്നിൽ ഉണ്ട്. ഈ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണങ്ങൾ വരുന്നുണ്ടോ? ലക്ഷ്മി, ഈ മാർച്ച് 29-നാണ് ഈ കുട്ടിക്ക് തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നത്. കൊണ്ടോട്ടിക്കടുത്ത് കാക്കത്തടം എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ 5.5 വയസ്സുകാരിയെ കടയിലേക്ക് പോകുമ്പോൾ തെരുവുനായ ആക്രമിക്കുകയും തുടർന്ന് വാക്സിൻ എടുക്കുക സാധാരണ ചെയ്യുന്നത് പോലുള്ള വാക്സിൻ എടുക്കുന്ന എല്ലാം കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഇതിന് കൃത്യമായൊരു മറുപടിയൊന്നും ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ കുട്ടിയുടെ നില എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. മാർച്ച് 29-ന് ഈ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നു. അതിനുശേഷം ഒപ്പം തന്നെ മറ്റ് 7 പേരെയും ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടാവുകയുണ്ടായി. ഇവരെല്ലാവരും വാക്സിൻ എടുത്തതാണ്. ഈ 5.5 വയസ്സുകാരിയും വാക്സിൻ എടുത്തതാണ്. ഈ വാക്സിൻ എടുത്ത ശേഷമാണ് കൂടുതൽ ലക്ഷണങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ കണ്ടു തുടങ്ങിയത്. ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ലക്ഷ്മി, അത്യന്തം സങ്കടകരമായ ഗൗരവതരമായ വാർത്തയാണ് അത്. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.